നമ്മളൊരു പർട്ടിക്കുലർ ട്രേഡിലോട്ട് എൻട്രി ചെയ്തിട്ട് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിനിടയിൽ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഒരു ഗ്യാപ്പ്, ഒരു ടൈം. ആ ഒരു ടൈമിൽ നമുക്ക് മനസമാധാനത്തിൻ്റെ കാര്യത്തിൽ കുറച്ചെങ്കിലും കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. എത്ര പക്ക സ്ട്രാറ്റജി ആണെങ്കിലും, എത്ര കൺവിക്ഷൻ ഉള്ള ട്രേഡ് ആണെങ്കിലും, ഈവൻ നമ്മൾ എത്ര പക്ക ടെക്നിക്കൽ അനലിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും, നമ്മളൊരു ട്രേഡിൽ എൻട്രി ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒരു അൺസർട്ടനിറ്റി ആ ഒരു ട്രേഡിൽ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മുടെ ക്യാപിറ്റലിനെ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ക്യാപിറ്റലാണ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലിനെ നമ്മളൊരു സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് റിസ്കിന് എക്സ്പോസ് ചെയ്ത് തന്നെയാണ് നമ്മളൊരു ട്രേഡിൽ എൻട്രി ചെയ്യുന്നത്. അത് എത്ര പക്ക ട്രേഡ് ആണെങ്കിലും അതിലൊരു റിസ്ക് ഉണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് മാനേജ്മെന്റിന് ഒരു ട്രേഡറുടെ ജേണിയിലുള്ള പങ്കെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടീവ്, ഒരു ട്രേഡറിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് എപ്പോഴും മന്ത് എൻഡിൽ പ്രോഫിറ്റിലായിരിക്കണം എന്നുള്ളതാണ്. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് നല്ല പ്രോഫിറ്റ് ആണോ അതോ പ്രോഫിറ്റ് കുറവാണോ എന്നൊക്കെ ഉള്ള നമ്മൾ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒരു ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രോഫിറ്റ് ഇരിക്കുന്നത്. ക്യാപിറ്റലിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് എങ്കിൽ ഓക്കെ, ശരിയല്ലേ? അപ്പോൾ അത് പ്യൂർലി നമ്മുടെ ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ക്യാപിറ്റലാണ് ഒരു ട്രേഡറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് വേണം നമ്മളെല്ലാം എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ. അതിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും റെഗുലറായി ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വ്യക്തി ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി മാത്രം സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ സീരീസിൻ്റെ 16ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ വീഡിയോ അത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരിക. ഒരു സ്ട്രാറ്റജിയെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയുടെ കംപ്ലീറ്റ് കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ. സോ ഉറപ്പായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ട ശേഷം മാത്രം ഇത് കണ്ടിന്യൂ ചെയ്ത് കാണുന്നതായിരിക്കും ഏറ്റവും ഐഡിയൽ. റിസ്ക് മാനേജ്മെന്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്രേഡറിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റിയെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് ക്ഷമയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മളൊരു ട്രേഡ് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ട്രേഡ് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള സെറ്റപ്പ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട സെറ്റപ്പ് ഫോളോ ചെയ്താലും കുഴപ്പമില്ല. എന്തായാലും ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് മാർക്കറ്റ് ആ സെറ്റപ്പിലൂടെ ട്രേഡ് തന്നുകൊള്ളണമെന്നില്ല. അത് തരാത്ത പക്ഷം ട്രേഡ് എടുക്കാതിരിക്കുക. ഈവൻ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ മെയിൻ ഫോക്കസ് ട്രേഡിംഗ് ആണെങ്കിൽ പോലും നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചാർട്ടിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് നമുക്ക് ആ ഒരു സെറ്റപ്പ് കിട്ടിയില്ലെങ്കിൽ ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളൊരു കേപ്പബിലിറ്റി നമുക്ക് എപ്പം വരുന്നോ അതാണ് നമുക്ക് ഏറ്റവും ഫസ്റ്റ് വേണ്ട ഒരു കേപ്പബിലിറ്റി. നമുക്ക് അവിടെ ഒരു എൻട്രി പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക, അല്ലാതെ ട്രേഡ് എടുക്കാൻ വേണ്ടി ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് പക്കയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെന്റ് ആണ്. അപ്പോൾ റിസ്ക് മാനേജ്മെന്റിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുള്ളതും, രണ്ട് എന്ന് പറയുന്നത് പൊസിഷൻ സൈസിങ്ങും ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള ഒരു കടിഞ്ഞാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതിലോട്ട് അതിന് മുമ്പായിട്ട് നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ എടുക്കുന്ന റിസ്കിന് അനുയോജ്യമായിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് 1:2, 1:3, 1:4 ഇങ്ങനെയൊക്കെയാണ് ആ റേഷ്യോ വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? റിസ്ക് ഈസ് ടു റിവാർഡ് എന്നാണ് ആ റേഷ്യോ കാണിക്കുന്നത്. അപ്പോൾ ഇത് റിസ്ക് ഈസ് ടു റിവാർഡ് റേഷ്യോ ആണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ, 1:1, 1:2 ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ ഐഡിയൽ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. 1:1 അല്ല, 1:2 ആണ് ഐഡിയൽ. എന്താണ് ഉദ്ദേശിക്കുന്നത്? 1 റിസ്ക് ആണെങ്കിൽ 1 റിവാർഡ്. അതായത് ഒരു ട്രേഡിൽ നമ്മൾ ₹1 പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ₹1 തന്നെയാണ് നഷ്ടവും നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അതാണ് ഈ 1:1 റിസ്ക് റിവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഒരു ട്രേഡിൽ നമുക്ക് ₹1 ലോസ്, എന്നാൽ അത് പ്രോഫിറ്റ് ആയാൽ ₹2 ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. ഇതിനെയാണ് നമ്മൾ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മുകളിലോട്ട് പോകുന്ന അനുസരിച്ച് ഇവിടെ എന്ത് വരുന്നോ അത് റിസ്ക്കും അതിനനുയോജ്യമായ റിവാർഡ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ റിസ്ക് 2ഉം നമ്മുടെ റിവാർഡ് 1ഉം ആണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ആണ്. അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ അത് ഏറ്റവും ഫ്ലോപ്പ് ആണ്. അതിൽ നമ്മൾ കൂടുതലായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് റിസ്ക് കുറവും അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു റിവാർഡും കിട്ടുന്ന ആ ഒരു റേഷ്യോ നമ്മൾ മാനേജ് ചെയ്യുക.
അതിനെ പറ്റിയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് എക്സാമ്പിൾ കൺസിഡർ ചെയ്തിട്ട് നോക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു സെറ്റപ്പിൽ ഈ പോയിരിക്കുന്ന പ്രൈസ് ചാർട്ട് ആണ്, നമ്മുടെ എൻട്രി പോയിന്റ് ആണ് ഞാൻ ഈ റൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ട്രേഡ് സെറ്റപ്പിലുള്ള എൻട്രി പോയിന്റ് ഇത്. നമ്മൾ ആ ട്രേഡ് സെറ്റപ്പിൽ എങ്ങനെ ടാർഗറ്റ് വെക്കണം എന്നും സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് വരണം. അപ്പോൾ ആ ഒരു ട്രേഡ് സെറ്റപ്പിലുള്ള എൻട്രി പോയിന്റ് 100 രൂപയാണ്. നമ്മൾ ആ ഒരു ട്രേഡ് എടുക്കുന്ന 100 രൂപയ്ക്കാണ്. അതേസമയം നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിടക്കുന്നത് 95-ലാണ്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് 110-ലാണ്. ഇവിടെ എന്താ സംഭവം? 5 രൂപയാണ് നമ്മുടെ ലോസ്, 10 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ ഇതിന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എങ്ങനെയാണ് വരുന്നത്? 5 റിസ്ക്, അപ്പോൾ 5:10 റിവാർഡ്. 5:10 റിസ്ക് റിവാർഡ് റേഷ്യോ. 5:10 എന്താണ്? 1:2 എന്നാണ് ഇതിനെ പറയുന്നത് അല്ലെ? 5 കൊണ്ട് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 1ഉം 2ഉം കിട്ടും. സിമ്പിൾ ആണത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഈ പറഞ്ഞതുപോലെ 1:2 അല്ലെങ്കിൽ 1:3 അതിന് എബോവ് ആണോ എന്ന് നമ്മളൊന്ന് ഉറപ്പ് വരുത്തിയേക്കുക. ആ പറയുന്ന സ്റ്റോപ്പ് ലോസും ടാർജറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് കുറച്ചും ടാർജറ്റ് കൂടുതലും ആണെങ്കിൽ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഓൾമോസ്റ്റ് ഓക്കെ ആണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് ടാർജറ്റ് എങ്കിൽ പെർഫെക്റ്റ് ആണ്. അതിൽ കൂടുതലാവുന്നതനുസരിച്ച് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ പെർഫെക്റ്റ് ആയി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഈ റിസ്ക് റിവാർഡ് മാത്രം മതിയോ ഒരു സക്സസ്ഫുൾ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം എന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ കൺസിഡർ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ എങ്ങും തന്നെ പോകുന്നില്ല. ഇപ്പോൾ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ തന്നെ പോവാണ്. ഈ ഒരു ട്രേഡ് സെറ്റപ്പിൽ 100 രൂപയ്ക്ക് എനിക്കൊരു എൻട്രി കിട്ടുന്നു. എനിക്ക് അവിടെ വെക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസ് 95-ആണ്. അത് നമ്മൾ ആ ട്രേഡ് സെറ്റപ്പിൽ നമുക്ക് കിട്ടിയ സ്റ്റോപ്പ് ലോസ് ആണ്. അതുപോലെ തന്നെ 110-ആണ് എൻ്റെ ടാർഗറ്റ്. റിസ്ക് റിവാർഡ് പക്കയാണ്. 1:2 റിസ്ക് റിവാർഡ് ഉണ്ട്. അപ്പോൾ റിസ്ക് റിവാർഡിന് നമുക്കൊരു ടിക്ക് കൊടുക്കാം, പക്കയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ അപ്പം ചെയ്യാൻ പോകുന്നത്, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ കയ്യിൽ 1,00,000 രൂപയാണ് എൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, 1,00,000 രൂപയാണ് എൻ്റെ ക്യാപിറ്റൽ എങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഒരു സാധാരണ ട്രേഡാണ്. ഈവൻ എൻ്റെ കാര്യം തന്നെ പറയാം. ബിഗിനിങ് സ്റ്റേജിൽ എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ എത്രയാണോ ഞാൻ ഈ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ആ ക്വാണ്ടിറ്റിയുടെ സ്ഥലത്ത് എത്ര കൊടുക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്. ബാക്കിയൊക്കെ നമ്മൾ മാർക്കറ്റിൽ അനലൈസ് ചെയ്ത് കിട്ടുന്നതാണ് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും എല്ലാം. അപ്പോൾ ആ ഒരു ഇൻപുട്ട് എത്രയാണ് ക്വാണ്ടിറ്റി എന്നുള്ളത് എനിക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം സാധാരണ എല്ലാ ബിഗിനർ ട്രേഡേഴ്സും ചെയ്യാറ് അല്ലേ? അപ്പോൾ ഈ 1,00,000 ഈ ഒരു 100 രൂപയുടെ എത്ര ക്വാണ്ടിറ്റി എനിക്ക് വാങ്ങിക്കാൻ പറ്റും? ഞാൻ അത് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. 1,00,000 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1000 ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 1000 ക്വാണ്ടിറ്റി ഈ ഒരു ട്രേഡിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ മൈൻഡിൽ വരുന്ന ഫസ്റ്റ് തിങ് ഇത്രയേ ഉള്ളൂ. വാവ്, 1000 ക്വാണ്ടിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 100-ൽ 101 പോകുമ്പോൾ തന്നെ എനിക്ക് എത്ര രൂപ പ്രോഫിറ്റാണ്? 1000 രൂപ പ്രോഫിറ്റാണ്. ഒന്ന് ചിന്തിച്ച് നോക്കണേ. 100-ൽ 110 പോയി കഴിഞ്ഞാൽ 10,000 രൂപ പ്രോഫിറ്റാണ്. ലോസിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഇവിടെ ഞാൻ ഷുഗർ കോട്ടഡ് ആണ്. എൻ്റെ പ്രോഫിറ്റിൻ്റെ ആ ഒരു ഡെപ്തിനെ പറ്റി ചിന്തിച്ചിട്ട് ഞാൻ ഷുഗർ കോട്ടഡ് ആണ്. അതൊരു 10% അതൊരു ഇൻട്രാഡേയിൽ ഹൈ പ്രോഫിറ്റ് ആണ്. അതൊന്നും ചിന്തിക്കുന്നില്ല. എൻ്റെ കയ്യിൽ 1,00,000 റുപ്പീസ് ക്യാപിറ്റൽ ഉണ്ട്. ആ ക്യാപിറ്റൽ വെച്ചിട്ട് എനിക്ക് ഈ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നത് എത്ര ക്വാണ്ടിറ്റിയാണ്? അത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ ക്വാണ്ടിറ്റി എത്രയാണോ അത് കൊടുക്കുക, ഈ ട്രേഡിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതായിരിക്കും ആ ഒരു ബിഗിനർ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഫസ്റ്റ് മോട്ടീവ്. അങ്ങനെ ഞാൻ ഈ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്താൽ 2 സാധ്യതകളാണുള്ളത്. ഒന്ന് പ്രോഫിറ്റിലാവാം, 2 ലോസിലാവാം. പ്രോഫിറ്റിലാവുന്നതിനെ പറ്റി നമുക്ക് ആദ്യം ചിന്തിക്കാം. എന്താ സംഭവിക്കുക? പ്രോഫിറ്റിലാവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ച പോലെ 10,000 രൂപ ഒരൊറ്റ ട്രേഡിൽ പ്രോഫിറ്റ് ആവും. നമ്മൾ പക്ക ഹാപ്പിയാണ്. അതേസമയം രണ്ടാമത്തെ പ്രോബബിലിറ്റി, അതായത് കൂടുതൽ സമയം ഒരു ബിഗിനർ ഫേസ് ചെയ്യുന്ന ആ ഒരു സാധ്യത, ബിഗിനർ മാത്രമല്ല പല ട്രേഡേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു സാധ്യത, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് 5,000 റുപ്പീസിൻ്റെ ലോസ് ആണ്. ശരിയല്ലേ? 1000 ക്വാണ്ടിറ്റി 5 രൂപയാണ് നമ്മുടെ ലോസ്. അപ്പോൾ 1000 ക്വാണ്ടിറ്റിയിൽ 5 രൂപ ലോസ് വരുന്നത് സിംപ്ലി പറയുകയാണെങ്കിൽ 5,000 രൂപയാണ് നമ്മുടെ ലോസ്. നമ്മുടെ ക്യാപിറ്റലോ 1,00,000 രൂപ. 1,00,000 രൂപയ്ക്ക് 5,000 റുപ്പീസ് ലോസ് എന്ന് പറയുന്നത് 5% സിംഗിൾ ട്രേഡിലും. നമ്മൾ ആ ഒരു പോയിന്റിനെ പറ്റിയിട്ടാണ് സ്കിപ്പ് ചെയ്ത് വിട്ടത്. ഇവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ കറക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ഒരു സിംഗിൾ ട്രേഡിൽ ലോസ് ആയത് 5,000 റുപ്പീസ് ആണ്. അതൊരു നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രേഡ് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ലോസിനെ പറ്റി അധികം ചിന്തിക്കാനേ പോകുന്നില്ല. കൂടുതലായിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നത് ഈ ഒരു സിംഗിൾ ട്രേഡിൽ കിട്ടാവുന്ന പ്രോഫിറ്റിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിമിസ്റ്റിക് ഫീലാണ് ഈ ലോസിനെ പറ്റിയിട്ട് നമ്മൾ അധികം ചിന്തിക്കാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മളതിൽ ഭയങ്കര പോസിറ്റീവ് വൈബിലാണ് ആ ട്രേഡ് എടുക്കുന്നത്. പ്രോഫിറ്റ് കിട്ടും, എവിടുന്നോ ഒരു ഇൻഡ്യൂഷൻ കയറി വരികയാണ്, പ്രോഫിറ്റ് കിട്ടും, ലോസിനെ പറ്റി ചിന്തിക്കേണ്ട. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സിംഗിൾ ട്രേഡിൽ 5% ലോസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ട്രേഡിങ്ങിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ നാശത്തിലേക്കാണ് പോകുന്നത്. ഈ പറഞ്ഞ റിസ്ക് റിവാർഡ് പക്കയാണെങ്കിലും എത്ര കൺവിക്ഷൻ ഉള്ള ട്രേഡ് ആണെങ്കിലും ആ ഒരു ട്രേഡിൽ ലോസ് ആവാനുള്ള ആ ഒരു ചെറിയ പോസിബിലിറ്റിയിൽ വരുന്ന ലോസ് എന്ന് പറയുന്നത് നമ്മൾ എത്രയോ ദിവസം ഉണ്ടാക്കിയ പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിരിക്കാം. ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെയാണ് നമ്മുടെ പൊസിഷൻ സൈസിങ്ങിന് റിസ്ക് റിവാർഡിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് കുറച്ച് കൂടുതൽ വരുന്നത്. കാരണം റിസ്ക് റിവാർഡ് എത്ര പക്കയാണെങ്കിലും നമ്മുടെ
പൊസിഷൻ സൈസിങ്ങിലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ വലിയ വലിയ ലോസ് ആയിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഒരുപക്ഷെ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ലോസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു ട്രേഡ് എടുത്തിട്ട് എക്സിറ്റ് ചെയ്യുന്നതിനിടയിലുള്ള ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റാത്തത്. കാരണം ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ലോസിനെ പറ്റിയിട്ടാണ്. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് വരെ നമ്മൾ ചിന്തിക്കുന്നത് കംപ്ലീറ്റ്ലി പ്രോഫിറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ആ ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ റെഡ് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മനസ്സമാധാനക്കുറവ്, അവിടെ ഉണ്ടാകുന്ന ലോസിനെ പറ്റി അപ്പോൾ കൂടുതൽ കോൺഷ്യസ് ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ കോൺഷ്യസ്നെസ് ട്രേഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് ആ ട്രേഡിൽ എൻട്രി ചെയ്യാൻ പറ്റും. ഇവിടെ പൊസിഷൻ സൈസിങ്ങിനെ പറ്റി ധാരണയില്ലാത്തൊരു വ്യക്തിക്ക് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഒരു 5,000 rupees ഈ പറഞ്ഞ സെറ്റപ്പിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ലോസ് വരുമ്പോൾ അടുത്ത ട്രേഡിൽ പുള്ളി ചെയ്യാൻ പോകുന്ന കാര്യം വേറൊന്നുമല്ല, ആ 5,000 rupeesന്റെ ലോസ് വരാതിരിക്കാൻ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തീരുമാനമാണോ അത്. അതായത് സ്റ്റോപ്പ് ലോസ് കുറച്ച് മുകളിലോട്ട് കയറ്റി വെക്കുക അല്ലേ. 100 രൂപയാണ് നമ്മുടെ എൻട്രി പോയിന്റ്, അതുപോലെ തന്നെ 110 നമ്മുടെ ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസ് 95 ആയിരുന്നു. അത് 95 ആയതുകൊണ്ടല്ലേ 5,000 rupees ലോസ് വന്നത്. എങ്കിൽ പിന്നെ അത് കുറച്ചുകൂടെ മുകളിലോട്ട് കയറ്റിയിട്ട് 96 അല്ലെങ്കിൽ 98 ഒക്കെ വെക്കാം അല്ലെ. 98 വെച്ച് കഴിഞ്ഞാൽ ഇനി അത് ഹിറ്റ് ചെയ്താലും 2,000 rupees ലോസേ വരത്തുള്ളൂ. കാരണം 2 രൂപയാണ് ഇതിന്റെ ക്യാപ്പ്. എന്നാലും ആ മൈൻഡിൽ മെയിൻലി ആ ഒരു പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ ഒരു പ്രോഫിറ്റിൽ ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ അടുത്ത വട്ടം ചെയ്യുമ്പോഴും ആ വ്യക്തി ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന സ്റ്റോപ്പ് ലോസ് കുറച്ച് മുകളിലോട്ട് കയറ്റി വെക്കാം, എൻട്രി പോയിന്റുമായിട്ട് കുറച്ചുകൂടെ അടുത്ത് വെക്കാം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ നമ്മളെ കൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പറ്റില്ല. കാരണം അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ഈ എൻട്രി പോയിന്റും ഈ സ്റ്റോപ്പ് ലോസും നമുക്ക് തന്ന ആരാണ്? നമുക്ക് തന്ന ആ ട്രേഡിംഗ് സെറ്റപ്പാണ്. ശരിയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ആ വീഡിയോ കാണാത്തവർക്ക് അതിൽ ചെറിയ ഡൗട്ട് ഉണ്ടാവും. കാരണം നമ്മൾ ഫിബനാച്ചി ടൂളും ഫിബനാച്ചി എക്സ്റ്റൻഷൻ ടൂളും റീട്രേസ്മെന്റ് ടൂളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, എവിടെ ടാർഗറ്റ് വെക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചത്. കാരണം അത് കീ ലെവൽസ് ആണ്. ആ ഒരു സ്റ്റോപ്പ് ലോസിലും ടാർഗറ്റിലും നമ്മൾ ആൾട്ടർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ റിഗാർഡ്ലെസ് ഓഫ് ആ ഫിബനാച്ചി നമ്മുടെ സ്റ്റഡീസിനെ റിഗാർഡ് ചെയ്തിട്ട് നമ്മൾ വെക്കുന്ന ഈ സ്റ്റോപ്പ് ലോസിലും എൻട്രിയിലും നമ്മൾ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോപ്പ് ലോസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സൗകര്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ട്രേഡിന്റെ പ്രോബബിലിറ്റിയെ തന്നെ അത് മൊത്തത്തിൽ ബാധിക്കും. അത് ഉറപ്പായിട്ടും നല്ലൊരു തീരുമാനമല്ല. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള സിമ്പിൾ അഡ്ജസ്റ്റ്മെന്റ് അല്ല. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പൊസിഷൻ പ്രോപ്പറായിട്ട് സൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു ട്രേഡിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ടും നമ്മുടെ കൺട്രോളിലേ അല്ല. ഒരു നല്ല ട്രേഡ് ആണെങ്കിൽ അത് ട്രേഡ് സെറ്റപ്പ് തരുന്നതാണ് എവിടെ എൻട്രി, എവിടെ സ്റ്റോപ്പ് ലോസ്, എവിടെ ടാർഗറ്റ് എന്നുള്ളത്. നമ്മുടെ കൺട്രോളിലുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് സിമ്പിളി പറയുകയാണെങ്കിൽ അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുന്ന ക്വാണ്ടിറ്റിയാണ്. ശരിയല്ലേ? അത് നമുക്ക് തീരുമാനിക്കാം. അത് എത്ര കൊടുക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ആ ക്വാണ്ടിറ്റി കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും നമ്മുടെ ലോസും പ്രോഫിറ്റും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നത്. അവിടെയാണ് നമ്മൾ പൊസിഷൻ സൈസിങ് അപ്ലൈ ചെയ്യുന്നത്. ഒരു പ്രോപ്പർ പൊസിഷൻ സൈസിങ്ങിന് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മാത്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ റിസ്ക് ആണ്. നമ്മൾ എത്രയാണ് റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ മാക്സിമം എടുക്കാൻ പോകുന്ന റിസ്ക് എന്ന് പറയുന്നത് എൻ്റെ ക്യാപിറ്റലിൻ്റെ 1% ആണ് ഒരു ട്രേഡിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന റിസ്ക്. അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ചിലവർക്ക് 3% ആയിരിക്കും, ചിലവർക്ക് നേരത്തെ പറഞ്ഞ 5% ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ ആ ട്രേഡിനിടയിൽ നമുക്ക് മനസ്സമാധാനത്തിന് കുറവ് വരേണ്ട യാതൊരു കാര്യമില്ല. ശരിയല്ലേ? അപ്പോൾ ഒരു ട്രേഡിൽ ആ ഒരു ലോസ് ഹിറ്റ് ചെയ്താലും സമാധാനത്തോടുകൂടി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എത്ര ലോസ് ആണോ ആ ലോസ് ട്രേഡിൻ്റെ എത്ര % ആണെന്നുള്ളത് ഒരു കണക്കൂട്ടിൽ വെക്കുക. അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യാം. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു 1% ആണ് അതിൽ റിസ്ക് വെക്കുന്നതെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? എൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ ക്യാപിറ്റലിൻ്റെ 1% പറഞ്ഞാൽ എത്ര രൂപയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ എത്രയാണ് നമ്പർ? 1000 rupees ആണ് അല്ലേ? 1 lakhന്റെ 1% എന്ന് പറയാൻ 1000 rupees ആണ്. ഇത് ചെയ്യാൻ എന്താ സിമ്പിളാണ്. ക്യാപിറ്റൽ ഇൻറ്റു എത്ര % ആണോ നമ്മൾ റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആ ഒരു നമ്പർ കിട്ടും. എൻ്റെ കേസിൽ എൻ്റെ ക്യാപിറ്റൽ 1 lakh rupees ആണ്. എൻ്റെ റിസ്ക് 1% ആണെങ്കിൽ 1000 രൂപയാണ് എൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. അതേസമയം നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഈ ഒരു ട്രേഡിലുള്ളൊരു എൻട്രി പോയിന്റ് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും അല്ലേ? അത് തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. എൻട്രി പോയിന്റ് മൈനസ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മൈനസ് എൻട്രി പോയിന്റ്. നിങ്ങൾ ഷോർട്ട് പൊസിഷൻ ആണോ ലോങ് പൊസിഷൻ ആണോ എടുക്കുന്നത് അനുസരിച്ചിരിക്കും. എന്തായാലും ആ ഒരു നമ്പർ കണ്ടുപിടിക്കുക. എൻട്രിയും സ്റ്റോപ്പ് ലോസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ ഒരു നമ്പർ ഇവിടെ എഴുതുന്നു. നെക്സ്റ്റ് തിങ്ങിൽ നമ്മൾ കിട്ടുന്നതാണ് നമ്മുടെ ക്വാണ്ടിറ്റി. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഈ പറയുന്ന സെക്കൻഡ് ആൻസർ, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഡിവൈഡഡ് ബൈ ഈ തേർഡിലെ ആൻസർ. അതായത് നമ്മുടെ മാക്സിമം റിസ്ക് ഡിവൈഡഡ് ബൈ നമുക്ക് ഉള്ള ഒരു ഷെയറുള്ള റിസ്ക് ഈസ് ഈക്വൽ ടു നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ക്വാണ്ടിറ്റി അല്ലേ? അപ്പോൾ അത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന നമ്പറും ഈ പറയുന്ന നമ്പറിലും കിട്ടുന്ന ആ പ്രൊഡക്ട്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ നമ്പർ കിട്ടും. ആ നമ്പറാണ് നമ്മൾ ആ ഒരു ട്രേഡിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് അടിച്ചു കൊടുക്കേണ്ടത്.
അപ്പോൾ ഇവിടെ ഞാനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. എൻ്റെ ക്യാപിറ്റൽ ഈ റിസ്ക് എന്ന് പറയുന്നത് 1000 രൂപയാണ്, ശരിയല്ലേ? 1000 ഡിവൈഡഡ് ബൈ എൻ്റെ എൻട്രിയും സ്റ്റോപ്പ് ലോസും തമ്മിലുള്ള ഡിഫറൻസ് എവിടെയായിരുന്നു? നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിളിൽ 5 രൂപയായിരുന്നു, ശരിയല്ലേ? ആ 5 രൂപയാണ് എൻ്റെ ഡിഫറൻസ്. അപ്പം 1000 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു എത്രയാണ്? 200 ആണ്. ഓക്കെ, അപ്പോൾ 200 എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വരാൻ പോകുന്ന മാക്സിമം ക്വാണ്ടിറ്റി. 200 ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് എന്തും ചെയ്യാം ആ ഒരു ട്രേഡിനിടയിൽ. കാരണം ഞാൻ ഓൾറെഡി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, അവിടെ നമ്മൾ പ്രോഫിറ്റിലല്ല ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ലോസിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ലോസിൽ ഫസ്റ്റ് തോട്ട് കൊണ്ടുവന്നു, അതിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു എൻട്രിയിൽ എത്ര ക്വാണ്ടിറ്റി എടുക്കാം എന്ന് വരെ ചിന്തിച്ചത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു തിങ് ആണ്. ഒരു ഗുഡ് ട്രേഡറാണ് നമ്മളെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ പ്രോഫിറ്റിലല്ല, നമ്മുടെ ലോസിലാണ്. നമ്മളൊരു ബാഡ് ട്രേഡർ ആണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രോഫിറ്റിലായിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്നും പ്രോഫിറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയുടെ ഗെയിമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് മാക്സിമം ആ ഒരു ട്രേഡിൽ റിസ്ക് എടുക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറയുന്ന പൊസിഷൻ സൈസിങ് ചെയ്താൽ മാത്രമേ നേരത്തെ 1000 രൂപ കൊടുത്തെടുത്ത് എനിക്ക് ഇവിടെ 200 എന്നെ കൊണ്ട് പറ്റൂ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി ആ ട്രേഡുകൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിൽ പ്രോഫിറ്റബിൾ ആയിട്ട് മുമ്പോട്ട് പോകാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു പർട്ടിക്കുലർ ട്രേഡ് സെറ്റപ്പിനെ പറ്റിയിട്ടാണ്. അത് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ചാർട്ട് കൺസിഡർ ചെയ്തായിരുന്നു. അതിലൊരു സ്റ്റോപ്പ് ലോസോ ടാർജറ്റോ ഒക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ശരിയല്ലേ? ആ ഒരു ചാർട്ടിൽ എൻ്റെ കയ്യിൽ 1 lakh ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ എത്ര ക്വാണ്ടിറ്റി എടുക്കാം എന്നുള്ളത് നമുക്ക് ചാർട്ടിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ ഗൈസ്, ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത ട്രേഡിംഗ് സെറ്റപ്പ്. ഇത് കണ്ടിട്ട് ഇത് മനസ്സിലാവാത്തവർ, ഇത് കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, പോയി കണ്ടിട്ട് തന്നെ വരണം. അപ്പോൾ ആ ഒരു ട്രേഡിംഗ് സെറ്റപ്പിനെ പറ്റി ഡിഫൈൻ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ എൻട്രി പോയിന്റ്, സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ്, കറണ്ട് മാർക്കറ്റ് പ്രൈസ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതാണ്? 704 നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അല്ലേ? അതായത് 704 ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ഞാൻ ഈ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ചിന്തിക്കാം. അപ്പോൾ ഞാൻ മാക്സിമം ഈ ഒരു സിനാരിയോയിൽ കൺസിഡർ ചെയ്യാൻ പോകുന്നത് 2% റിസ്ക് ആണ്. അപ്പോൾ 2% എന്ന് പറയുന്നത് എൻ്റെ ക്യാപിറ്റൽ 1 ലക്ഷം ആണെങ്കിൽ 2% പറയുന്നത് എത്രയാണ്? 2000 ആണ്, ശരിയല്ല? അപ്പോൾ എൻ്റെ മാക്സിമം ലോസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2000 രൂപയാണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞു, എൻട്രിയും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 727 എൻട്രി, 704 ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 23 ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ക്വാണ്ടിറ്റിയിലുള്ള എൻ്റെ റിസ്ക്, ഒരു ഷെയറിലുള്ള എൻ്റെ റിസ്ക് 23 രൂപയാണ്. അപ്പൊ റിസ്ക് പെർ ഷെയർ എത്രയായി? 23 രൂപയായി. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 1 ലക്ഷം രൂപയിൽ എനിക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം റിസ്ക് ഞാനിപ്പോൾ പറഞ്ഞു 2000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 2000 രൂപ മാക്സിമം റിസ്ക് വരുന്ന രീതിയിൽ എൻ്റെ പൊസിഷൻ എങ്ങനെ എനിക്ക് സൈസ് ചെയ്യാം? 2000 ഡിവൈഡഡ് ബൈ നമ്മുടെ 23, അല്ലേ? അപ്പൊ എനിക്ക് എത്ര കിട്ടി? 86 കിട്ടി, അല്ലെ? അതായത് 86 ക്വാണ്ടിറ്റി ആണ് എനിക്ക് ഈ ഒരു ട്രേഡ് സെറ്റപ്പിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം ക്വാണ്ടിറ്റി. കാരണം 86 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എനിക്ക് മനസ്സമാധാനത്തോടു കൂടി ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് ഇതിനിടയിൽ നിൽക്കാം. കാരണം എന്താണ്? ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും, ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയതുകൊണ്ട് അത് ഹിറ്റ് ആയാലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഈ 2000 എന്ന് പറയുന്നതായിരിക്കും എൻ്റെ ലോസ്. സോ ഞാൻ എന്തിന് ടെൻഷൻ അടിക്കണം? അപ്പൊ സ്റ്റോപ്പ് ലോസ് ചെറുതാണെങ്കിലും സ്റ്റോപ്പ് ലോസ് വലുതാണെങ്കിലും നമ്മുടെ പൊസിഷന്റെ കാര്യത്തിലാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടത്. അല്ലാതെ സ്റ്റോപ്പ് ലോസ് എത്ര വെച്ചാലും നമ്മൾ കറക്റ്റ് കയ്യിലുള്ള മൊത്തം കാശിന് പൊസിഷൻ എടുക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. ഉറപ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങളാണ്. അത് ഓരോ അഭിപ്രായത്തിനും 100% ഇമ്പോർട്ടൻസ് കൊടുത്താണ് ട്രേഡ് ടോക്സ് പോകുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ വോയിസിനെ പറ്റിയിട്ടാണെങ്കിലും ഈ വീഡിയോയുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അഭിപ്രായങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് മാറ്റി ഡെവലപ്പ് ചെയ്താണ് വരാൻ മാക്സിമം ശ്രമിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.